ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ +2 റീവാലുവേഷൻ്റെ റിസൾട്ടൊക്കെ വന്നു. റിസൾട്ടിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻക്രീസ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ +2 സർട്ടിഫിക്കറ്റിൽ ആ മാർക്കൊന്നുമില്ല. സോ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റിലേക്ക് നിങ്ങൾക്ക് ഇൻക്രീസ് ആയ മാർക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കോഴ്സിലേക്കോ ഇനി അപ്ലൈ ചെയ്യാനൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ +2 സർട്ടിഫിക്കറ്റ് കൊടുക്കും. സോ അവർ ആ മാർക്കേ എടുക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ അത്ര മാർക്ക് കൂടി എന്നതൊക്കെ പറയുന്നത് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അതിൻ്റെ PDF നിങ്ങൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്കത് കിട്ടുന്നത്. ആൻഡ് അത് വളരെയധികം നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 2 സർട്ടിഫിക്കറ്റ് +2 തന്നെ നമ്മൾ റീവാലുവേഷൻ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക് തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു കോളേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്മിഷൻ പോകുന്നത്. സോ ഇതിനെപ്പറ്റി അറിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത റിവാലുവേഷനോ അങ്ങനത്തെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അതിൻ്റെ പേരാണ് കമ്പൈൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളിലേക്കും വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് ഇത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം, കുറച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കാൻഡിഡേറ്റ് നെയിം ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. അതൊക്കെ തെറ്റാണ്ട് വേണം കേട്ടോ എഴുതാൻ വേണ്ടി. തെറ്റിയാൽ നമ്മുടെ അത് പോകും. ആൻഡ് നമ്മുടെ ഇയർ ഓഫ് പാസിംഗ് ഇയർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഏത് സ്കൂളിൽ വെച്ചാണ് നിങ്ങൾ എക്സാം എഴുതിയത്, സ്കൂളിൻ്റെ സ്കൂൾ കോഡ്, പിന്നെ ഏത് സബ്ജക്റ്റിനാണ്, അതൊക്കെയാണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ബാക്കി ഡിക്ലറേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം സ്കൂളിലെ പ്രിൻസിപ്പൽ, നിങ്ങളുടെ സീൽ, അങ്ങനത്തെ അതൊക്കെ സ്കൂളിൽ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. ആൻഡ് ഈ ഫോം നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കമ്പൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിലെ കോൺടാക്റ്റ് ചെയ്തിട്ട് പ്രിൻസിപ്പലിനോട് നിങ്ങൾ പറയുക. സോ പറയാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഫോം സാർ തരുന്നതായിരിക്കും. ആൻഡ് ഇത് നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്ത് റെഡിയാക്കാം. സോ ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ 2 രീതിയുണ്ട്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ ചെല്ലുക, സ്കൂളിലെ പ്രിൻസിപ്പലിനോട് ഈ കാര്യം നിങ്ങൾ പറയുക. അപ്പോൾ സാറ് ഒരു നിശ്ചിത ഒരു ഫോമാറ്റൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ആ ഫോമാറ്റിൽ ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് 40 രൂപയാണ് നമ്മളിതിന് വേണ്ടി അടയ്ക്കേണ്ട ഫീസ്. സോ ഇതിൽ സ്പീഡ് പോസ്റ്റ് വഴി നമുക്കിത് കൊടുക്കാം. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സോ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ കവറില്ലേ, അതൊരു ഒരു ക്ലോത്ത് ലൈൻഡ് എൻവലപ്പാണിത് വേണ്ടത്. ആൻഡ് അതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 38 സെൻറ്റിമീറ്റർ × 28 സെൻറ്റിമീറ്റർ സൈസിൻ്റെ ഒരു ക്ലോത്ത് ലൈൻഡ് ആയിട്ടുള്ളൊരു എൻവലപ്പിലാണ് നമ്മളിത് അടയ്ക്കേണ്ടത്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ ഈ ഫോമും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇതിന് മേ ബി ഒരു 3 മന്ത് ഒക്കെ ഇത് റെഡി ആകാൻ വേണ്ടി എടുക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ട്രിവാൻഡ്രത്ത് ചെന്ന് നമുക്കിത് റെഡിയാക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അന്ന് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാവുന്നതാണ്. ഇപ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ അങ്ങനെ ചെന്നിട്ട് അവർക്ക് അന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ഡേയ്സ് എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ മിക്കവർക്കും കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിനൊക്കെ ഇതിന് നമുക്ക് പ്രിൻസിപ്പലിൻ്റെ സിഗ്നേച്ചറും അതുപോലെ തന്നെ ഒരു ഫോമിൽ സിഗ്നേച്ചറൊക്കെ വേണ്ടി വരും. സോ അത് നമ്മൾ സ്കൂളിൽ ചെന്ന് വേണം, നമ്മളിത് പഠിച്ച സ്കൂളിൽ വേണം ചെല്ലാൻ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ റെഡിയാക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ +2 റീവാലുവേഷൻ്റെ മാർക്ക് ഒരൊറ്റ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഫ്യൂച്ചറിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റീവാലുവേഷനൊക്കെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.